കിട്ടി അവിടെ നിന്നില്ല മാഷേ. ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ മുഴുവൻ അന്വേഷിച്ചു. അങ്ങനെ ഒരു ബാഗ് ആരും കണ്ടില്ല. സാറേ നമ്മൾ സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ എന്തെങ്കിലും ചെയ്യും. സാർ ആ നമ്പർ ഒന്ന് പറയാം. റഹീമിൻ്റെ ഫോണിന് എൻ്റെ നമ്പർ ഉണ്ടാവുമല്ലോ. സ്വന്തം നമ്പർ പോലും ഓർക്കാത്ത ഇയാളുണ്ടല്ലോ. ഇതല്ല, ഇതിൻ്റെ അപ്പുറവും മറക്കും. എൻ്റെ സാറേ, നാളെ 12 മണിക്ക് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണത്. സാറിന് സസ്പെൻഷൻ ഉറപ്പാണ്. സസ്പെൻഷനോ? സസ്പെൻഷൻ. എൻ്റെ റഹീമെ, എവിടുന്നെങ്കിലൊക്കെ പോയി തപ്പി പിടിച്ചെടുക്ക്. എക്സ്ക്യൂസ് മീ. യെസ് ഈ ബാഗ് ഇവിടുത്തെയാണോ? യെസ് യെസ്. താങ്ക് യു താങ്ക് യു. ഈ ബാഗ് എവിടെ നിന്ന് കിട്ടി? ബസ്സിൽ നിന്ന്. താങ്ക് യു, വലിയ ഉപകാരം. താങ്ക്സ് അലോട്ട്. കുറച്ച് ധൃതിയുണ്ട്, പോട്ടെ. ഓ ശരി. ഇല്ല മാഷേ, ഒരു ചായ പോലും വാങ്ങിക്കൊടുക്കാതെ. ശരിയല്ല മാഷേ. മേഡം, അതൊരു ചായ കുടിച്ചിട്ട് പോയാൽ പോരെ? ഇപ്പൊ സമയമില്ല. ആ ബാഗ് എൻ്റെതായിരുന്നു. ആണോ? എൻ്റെ പേര് പ്രൊഫസർ ശ്രീനിവാസൻ. കുട്ടിയുടെ പേരെന്താ? സഫിയ. നല്ല പേര്. ശരിയാണ്. സാറേ, ആ നമ്പർ ഒന്ന് തരുമോ? എൻ്റെയോ? നോട്ട് ചെയ്തോ. 999 350 866. താങ്ക് യു. താങ്ക് യു. അപ്പോൾ നമ്പറൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? അത് ഞാൻ സാറ് ചോദിച്ചപ്പോൾ ആകെ ടെൻഷനിൽ നമ്പറൊക്കെ ഓർമ്മ. ആ മനസ്സിലായി. സാറെന്താ സാറെന്ത് വിചാരിക്കുമല്ലേ? ഹലോ. ഹലോ, പ്രൊഫസർ ശ്രീനിവാസൻ സാറല്ലേ? അതെ. ഞാൻ സഫിയാണ്. സഫിയ. സാർ, ഞാൻ ഇന്ന് ബാഗ് കൊണ്ടുവന്ന സഫിയ. ആ സഫിയ. അപ്പൊ ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിരുന്നു. അതെ, ഞാനും സഫിയനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആണല്ലേ? മര്യാദക്ക് നന്ദി കൂടി പറയാൻ പറ്റില്ലല്ലോ. നാളെ ഞാൻ നിങ്ങളെ ക്യാമ്പസിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. സാർ ഫ്രീ ആണോ? ഹലോ. ഓ, നാളെ ക്ലാസ് ഉണ്ട്. നാളെ 4:30 വരെ ഞാൻ കുറച്ച് തിരക്കായിരിക്കും. 4:30ക്ക് ശേഷം ഞാൻ ഫ്രീ ആണ്. ഓ കുഴപ്പമില്ല. ഐ മീൻ, സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. ആ, നാളെ കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വരാമോ? ഇല്ലില്ല, വരൂ സർ. കട തുറന്ന് വെച്ചിട്ടാണല്ലോ പെയിന്റ് അടിക്കുന്നത്. സോറി, ഞാൻ കണ്ടില്ല സാർ. വീട്ടി എവിടെ നോക്കിട്ടാണോ പെയിന്റ് അടിക്കുന്നത്? സോറി സാർ, സോറി മാഡം. വൈറ്റ് വാഷാണ്, ഒരു കുഴപ്പമില്ല. കഴിക്കാൻ പോവും. ആള് വരുന്നത് കണ്ടു ബ്രോ. അവിടെ എന്ത് കണ്ടില്ലെന്ന്? സാർ, ടിന്നർ. എന്താ പറഞ്ഞേ? എന്താല്ലേ, കടയൊക്കെ തുറന്നിട്ട് പെയിൻ്റൊക്കെ അടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ. സോറി കേട്ടോ. ഏയ് കുഴപ്പമില്ല. സാർ ഇവിടുത്തെ മസാല ചായ കുടിച്ചിട്ടുണ്ടോ? ചായം കാപ്പിയും കുടിക്കില്ല, പാല് മാത്രം.
എന്നാ ഒരു പാല് പറയട്ടെ? ഇല്ലില്ല, ഞാൻ കുടിച്ചിട്ടാ വന്നത്. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്. പറഞ്ഞോളൂ. പക്ഷേ ഈ സിറ്റുവേഷൻ അതിന് ശരിയാവില്ല. ഞാൻ അടുത്ത തവണ കാണുമ്പോൾ പറയാം. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോളൂ. ഇല്ല, ഞാൻ അടുത്ത തവണ കാണുമ്പോൾ എന്തായാലും പറയാം. എന്നാ ഞാനിപ്പോൾ പോട്ടെ. ഓ, വൈകിട്ട് വിളിക്കാം. ഓ. വിളിച്ചിട്ട് കാണുമെന്ന് പറയുന്നു, മസാല ചായ വാങ്ങിത്തരുന്നു. അന്ന് ബസ്സിൽ നിന്ന് നിങ്ങൾ അവർ നോട്ട് ചെയ്തിരുന്നു. എന്തായാലും മാഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത് ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. പിന്നെ പിന്നെ മാഷെ അവളിപ്പോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് അധികമായിട്ട് കടന്നു ചിന്തിക്കാനില്ല. അത് ശരിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു മസാല ചായ കുടിക്കാൻ പൂതി വന്നാലേ നിങ്ങൾ വേണേ അങ്ങോട്ട് വിളിച്ചോ. നല്ല മതത്തിൽ തന്നെ ആയിക്കോട്ടെ, തീരെ കുറയ്ക്കണ്ട. ഓക്കെ, ശരി റഹീമ, ഞാൻ വിളിക്കാം. ശരി എന്നാല്. ആ. ചേട്ടാ, ഒരു ഹാഫ് മസാല ചായ. ഹാഫിന്റെ പരിപാടി ഒന്നും ഇല്ല മാഷേ, ഹാഫിന്റെ പൈസ തന്നാ മതി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സാറ് ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് കണ്ടാലോ? വെള്ളിയാഴ്ച സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, സഫിയ വരൂ, കാണാം. ആ ഓക്കെ, കാണാം സാറേ. എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ടൈമായി. ശരി കേട്ടോ, താങ്ക് യു. സഫിയ, ഈ സാറെ വിളിക്കുന്ന ഒഴിവാക്കിക്കൂടെ?